ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം: സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി ആര്? ഉത്തരം AS രാജീവ്. അടുത്ത ചോദ്യം: രാജ്യത്തെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. 2024 90ാം ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 സ്വന്തമാക്കിയ ചിത്രം ഏത്? ഉത്തരം ഓപ്പൺഹൈമർ. ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മഹാരാഷ്ട്ര. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം AS രാജീവ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരാഖണ്ഡ്. 2024 90ാം ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 സ്വന്തമാക്കിയ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്പൺഹൈമർ. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? ഉത്തരം 7. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം എവിടെയാണ് തുറന്നത്? ഉത്തരം ശ്രീനഗർ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആര്? ഉത്തരം ശ്രീകുമാർ K നായർ. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണെന്ന് ചോദിച്ചാൽ 7 ഉത്തരം. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം എവിടെയാണ് തുറന്നതെന്ന് ചോദിച്ചാൽ ശ്രീനഗറാണ് ഉത്തരം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ശ്രീകുമാർ K നായർ. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നു. വാക്സിന് നൽകിയിരിക്കുന്ന പേര് എന്ത്? ഉത്തരം ലങ് വാക്സ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൌത്യത്തിന്റെ പേര് എന്ത്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ എത്രയായാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം 346 ആണ്, 346. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നു. ആദ്യ വാക്സിന് നൽകിയിരിക്കുന്ന പേര് ലങ് വാക്സ് എന്നാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൌത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ എത്രയായാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 346 ആണ് ഉത്തരം. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി ആര്? ഉത്തരം സദാനന്ദ വസന്ത് ദത്തെ. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത്? ഉത്തരം USA. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആര്? ഉത്തരം ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം ഗോപി തോട്ടക്കുറ. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം സദാനന്ദ് വസന്ത് ദത്തെ. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയെന്ന് ചോദിച്ചാൽ USA ആണ് ഉത്തരം. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി തോട്ടക്കുറ. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേര് എന്ത്? ഉത്തരം ദേവിക. ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ്
താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡിട്ടത് 2024 മാർച്ചിലാണ്. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്തെന്ന് ചോദിച്ചാൽ ദേവികയാണ് ഉത്തരം. ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമായിരുന്നു ദോസ്റ്റ് 16 എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്. താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡ് ഇട്ടത് 2024 മാർച്ചിലാണ്. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്ത് ജീവിച്ചവയിൽ വച്ച് ഏറ്റവും വലിയ പാമ്പിന്റേതെന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ഫിലിപ്പൈൻസ്. അടുത്ത ചോദ്യം, ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് ആര്? ഉത്തരം പ്രഗ്യ മിശ്ര. അടുത്ത ചോദ്യം, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യയുടെ കൗമാര താരം ആര്? ഉത്തരം ഡി ഗുഗേഷ്. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റേതെന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ് ഉത്തരം. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് പ്രഗ്യ മിശ്ര. കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതി നേടിയ ഇന്ത്യയുടെ കൗമാര താരമാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡി ഗുഗേഷ്. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റുകളും 1000 റൺസും നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആര്? ഉത്തരം രവീന്ദ്ര ജഡേജ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം വിഴിഞ്ഞം. 2024 ലോക പുസ്തക തലസ്ഥാന നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ സ്ട്രാസ്ബർഗ് ആണ് ഉത്തരം. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരം റഫീഖ് അഹമ്മദ്. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റുകളും 1000 റൺസും നേടിയ ആദ്യ ക്രിക്കറ്റ് താരമാരെന്ന് ചോദിച്ചാൽ രവീന്ദ്ര ജഡേജ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് വിഴിഞ്ഞം. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബർഗ്. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങളിൽ കളിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുനിൽ ഛേത്രിയാണ്. ഏത് നവോത്ഥാന നായകന്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ഉത്തരം ചട്ടമ്പിസ്വാമി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണ്? ഉത്തരം 2024 മെയ് 18. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നതെവിടെയാണ്? ഉത്തരം റോട്ടർഡാം. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങളിൽ കളിച്ച താരം സുനിൽ ഛേത്രി. ഏത് നവോത്ഥാന നായകന്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ചട്ടമ്പിസ്വാമി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണെന്ന് ചോദിച്ചാൽ 2024 മെയ് 18. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം റോട്ടർഡാം. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റെയ്സി ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഉത്തരം ഇറാൻ. 77ാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധിയുടെ പേര് എന്ത്? ഉത്തരം വിക്ടോറിയ ഷീ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം പൂനെ. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിന്റെ പേര് എന്ത്? ഉത്തരം ശക്തി. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം.
അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റെയ്സി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇറാൻ. 77ാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധിയുടെ പേര് ഏതെന്ന് ചോദിച്ചാൽ വിക്ടോറിയ ഷീ. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയാണ് ഉത്തരം. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ശക്തി. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റേമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒമാൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര് എന്ത്? ഉത്തരം സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആര്? ഉത്തരം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ജപ്പാൻ. അപ്പോൾ ഈ സ്ലൈഡ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ നോക്കാം. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റേമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം? ഉത്തരം ഒമാൻ. ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര് ഏതെന്ന് ചോദിച്ചാൽ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലോകത്തിലെ ആദ്യത്തെ 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ജപ്പാൻ. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമായി എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമായത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വെനസ്വേലയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രേരണാ സ്ഥൽ. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഓം ബിർള. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമായി എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യം വെനസ്വേല. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ പ്രേരണാ സ്ഥൽ. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഓം ബിർളയാണ് ഉത്തരം. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോടെന്ന് ചോദിച്ചാൽ ആദ്യത്തെയാണ് ഉത്തരം. നീറ്റ് UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസിക്ക് സംഭവിച്ച വീഴ്ചകളെ അന്വേഷിക്കുന്ന 7-അംഗ ഉന്നതതല സമിതിയുടെ അധ്യക്ഷനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണനാണ്. 2024 പെൻ പിഞ്ചർ സാഹിത്യ സമ്മാന ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അരുന്ധതി റോയ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വിക്രം മിശ്രി. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോടെന്ന് ചോദിച്ചാൽ ആദ്യത്തെ നഗരമാണ്. ഇനി നീറ്റ് UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസിക്ക് സംഭവിച്ച വീഴ്ചകളെ അന്വേഷിക്കുന്ന 7-അംഗ ഉന്നത തല സമിതിയുടെ മലയാളിയായ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണനാണ്. 2024 പെൻ പിഞ്ചർ സാഹിത്യ സമ്മാന ജേതാവ് അരുന്ധതി റോയ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം വിക്രം മിശ്രി. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കളമശ്ശേരി. സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള അവാർഡ് ലഭിച്ചത് ദിസ് മൊമെന്റിന്. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്തിലാദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ V. ഹരി നായരാണ് ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദുബായിലാണ്. സോ ലോകത്തിൽ ആദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരെന്ന് ചോദിച്ചാൽ വി ഹരിനായർ. ഇനി ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദുബായ്. അപ്പൊ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി US ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പേസ് ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, 2023 58ാമത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ജേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കവിയായിട്ടുള്ള ഗുൽസാറും പണ്ഡിതനായിട്ടുള്ള രാം ഭദ്രാചാര്യയുമാണ് ഉത്തരം. ഇനി ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആൻസർ മിനിക്കോയ് ദ്വീപ്. തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ. ഇതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ലിഗ്നോസാറ്റ് പ്രോബ്. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെ പറ്റി പഠനം നടത്തുന്നതിനായി US ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പേസ് ആണ്. 2023 58ാമത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ കവി ഗുൽസാറും പണ്ഡിതൻ രാം ഭദ്രാചാര്യയുമാണ്. ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഉത്തരം മിനിക്കോയ് ദ്വീപ്. അവസാനമായി തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ. ഇതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ലിഗ്നോസാറ്റ് പ്രോബ് ആണ് ഉത്തരം. ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം 100%. ഇനി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽ പാത ജമ്മു കാശ്മീരിൽ തുറന്നു. അതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ T50. ഇനി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ തളിപ്പറമ്പാണ് ഉത്തരം. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ കൊച്ചിയാണ്. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് ചോദിച്ചാൽ ഉത്തരം 100%. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽ പാത ജമ്മു കാശ്മീരിൽ തുറന്നു. അതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ T50. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടത് തളിപ്പറമ്പാണ്. ഇനി ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചിയാണ്. അപ്പൊ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. US-ന്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ ആൻസർ 32. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആൻസർ അമിതാവ് ഘോഷാണ്. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം. US-ന്റെ നേതൃത്വത്തിലുള്ള നേറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ 32 ഉത്തരം. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ് ആൻസർ. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആൻസർ അമിതാവ് ഘോഷാണ്. രാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥാ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം അസർബൈജാൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേരെന്താണെന്നാണ് ഉത്തരം ഇന്ദ്ര. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സുപ്രധാന സംഭവം 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. ആ സംഭവം എന്താണെന്നാണ് ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി.
അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഐക്യരാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് അസർബൈജാനിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേര് ഇന്ദ്ര എന്നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. ആ സംഭവം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം മൈത്രി 2. അടുത്ത ചോദ്യം, ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഉത്തരം UAE. അടുത്ത ചോദ്യം, രാജ്യത്ത് പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം വൃന്ദാവൻ UPയിലാണ്. സോ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. അതിന്റെ പേര് മൈത്രി 2. അടുത്തതായിട്ട്, ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് ചോദിച്ചാൽ UAE ആണ്. അപ്പൊ UAEയും ഇന്ത്യയും കൂടെ ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. ഇനി രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം വൃന്ദാവനാണ്. വൃന്ദാവൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം ഏത്? ഉത്തരം ലക്നൌ. അടുത്ത്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അതായത് CISFന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആര്? ഉത്തരം നീന സിംഗ്. അടുത്ത ചോദ്യം, മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ലക്നൌ ആണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അതായത് CISFന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ നീന സിംഗ് ആണ്. പിന്നെ മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പശ്ചിമ ബംഗാൾ എന്നാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം എക്സ്പോസാറ്റ് എന്നാണ്. അപ്പോൾ എക്സ്പോസാറ്റ് ആണ് ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം ഗുരുഗ്രാമാണ്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? ഉത്തരം തെലങ്കാന. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എക്സ്പോസാറ്റ് ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗുരുഗ്രാമാണ്. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം തെലങ്കാനയാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോശപ്പെട്ട കാലാവസ്ഥ മൂലം ലാൻഡിംഗ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ വിമാനം പറന്നിറങ്ങി. ആ വിമാനത്തിന്റെ പേരെന്തെന്നാണ്? ഉത്തരം C-30J വിമാനം. ഓക്കെ, അപ്പോൾ മോശപ്പെട്ട കാലാവസ്ഥ മൂലം ലാൻഡിംഗ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ വിമാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം C-30J വിമാനം. അടുത്ത ചോദ്യം, 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 നേടിയ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്പൻഹൈമർ ആണ്. ഓപ്പൻഹൈമർ സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ നോലൻ ആണ്. അഭിനയിച്ചിരിക്കുന്നത് കിലിയൻ മർഫി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം ഏത്? ഉത്തരം അടൽ സേതു ആണ്.
ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. മോശം കാലാവസ്ഥ മൂലം ലാൻഡിംഗ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ വിമാനം ഏതെന്ന് ചോദിച്ചാൽ C-30J വിമാനമാണ്. ഇനി 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 നേടിയ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്പൺഹൈമർ ആണ്. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം അടൽ സേതു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അതായത് AI പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ കൃത്രിമാണ് ആൻസർ. ഓക്കെ, അതിന്റെ പേര് കൃത്രം. അടുത്ത ചോദ്യം, 2ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ദുബായ്. അടുത്ത ചോദ്യം, ഏത് മലയാള കവിയുടെ വിയോഗത്തിനാണ് 2024 ഓഗസ്റ്റ് 16 100 വർഷം തികഞ്ഞത്? ഉത്തരം കുമാരനാശാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ദ്വാരക. ഈ ദ്വാരക എന്ന് പറയുന്നതും UP തന്നെയാണ്. ഓക്കെ, അപ്പം ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അതായത് AI പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ കൃത്രിമാണ് ആൻസർ. 2ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായ് ആണ്. ഏത് മലയാള കവിയുടെ വിയോഗത്തിനാണ് 2024 ഓഗസ്റ്റ് 16 100 വർഷം തികഞ്ഞതെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദ്വാരക. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉള്ള രാജ്യങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 35ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചതെന്ന് ചോദിച്ചാൽ 100ാമത്തെ ചരമവാർഷികമാണ്. ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന 5ാമത്തെ രാജ്യമായത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ആൻസർ ജപ്പാനാണ്. ഓക്കെ, ഇനി കേരള ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം കൈരളിയാണ്. അപ്പൊ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള രാജ്യങ്ങളുടെ സൂചിക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 35. അടുത്ത്, റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം 100ാമത്തത്. ഇനി ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് ചോദിച്ചാൽ 5ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന 5ാമത്തെ രാജ്യമായത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ജപ്പാനാണ്. ഇനി കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ആൻസർ കൈരളിയാണ്. അപ്പൊ ഇനി അടുത്ത സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, 2024 ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ 100ാം ജന്മദിന വാർഷികത്തിന് തലേ ദിവസമാണ്. ആ വ്യക്തിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ആൻസർ കർപ്പൂരി ഠാക്കൂർ ആണ്. കർപ്പൂരി ഠാക്കൂർ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓൺകോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ബംഗളൂരുവിലാണ് നിലവിൽ വന്നത്. ഇനി ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ കബാലയിലാണ് 19ാമത് ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്നത്. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. 2024 ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ 100ാം ജന്മവാർഷികത്തിന് തലേ ദിവസമാണ്. ആ വ്യക്തിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ കർപ്പൂരി ഠാക്കൂർ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓൺകോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ബംഗളൂരു ആണ്. ഇനി ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കബാലയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസ്, ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷം ഏറ്റവും കൂടുതൽ ചൂട് ഏറിയ വർഷമായത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം 2023. അടുത്ത ചോദ്യം, 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. ഇദ്ദേഹം ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്.
അടുത്ത് സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരി 27 ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം 75 75ാമത്തെ വാർഷികമാണ് 2024 ജനുവരി 28 സുപ്രീം കോടതി ആഘോഷിച്ചത്. ഇനി 2024 പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 5 ഉത്തരം. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ആഗോള താപ നിലപ്പെടുത്താൻ തുടങ്ങി 1850 വർഷത്തിനു ശേഷം ഏറ്റവും കൂടുതൽ ചൂടേറിയ വർഷമായത് 2023. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ഇമാനുവൽ മാക്രോൺ ആണ്. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഇനി സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ആൻസർ 75. 2024 പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം 5. ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം കളമശ്ശേരി. അടുത്ത് സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദിസ് മൊമെന്റ്. അടുത്ത ചോദ്യം, അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി ആര്? ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കളമശ്ശേരി. സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള അവാർഡ് ലഭിച്ചത് ദിസ് മൊമെന്റിന്. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. അപ്പൊ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്തിലാദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ വി ഹരി നായരാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദുബായിലാണ്. സോ ലോകത്തിൽ ആദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരെന്ന് ചോദിച്ചാൽ വി ഹരി നായർ. ഇനി ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദുബായ്. നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കിയുള്ള 2024 അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, അടുത്തിടെ US സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏത്? ഉത്തരം ഹെലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 3. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി ആര്? ഉത്തരം എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. അടുത്ത ചോദ്യം, 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം മിഥുൻ ചക്രവർത്തി. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിൽ നോക്കാം. എത്ര ഭാഷകൾക്കാണ് അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ ശ്രേഷ്ഠ ഭാഷാ പദവി അനുവദിച്ചത്? ഉത്തരം 5. അടുത്ത ചോദ്യം, ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന്റെ പേര് എന്ത്? ഉത്തരം MAL. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് കിരീടം നിലനിർത്തിയത്? ഉത്തരം ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വയലാർ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം അശോകൻ ചരുവിൽ. അടുത്ത ചോദ്യം, സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഇന്ത്യയിലെ ഏക തീവണ്ടി സർവീസിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നു. സർവീസിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഭക്രാനങ്കൽ തീവണ്ടി സർവീസ്. ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതുമായ ദൂരദർശിനി ഏത്? ഉത്തരം മേജർ അറ്റ്മോസ്ഫെറിക് ചെറൻകോവ് എക്സ്പെരിമെന്റ് ടെലസ്കോപ്പ്. അടുത്ത ചോദ്യം,
2024 ഒക്ടോബർ 9 അന്തരിച്ച ഇന്ത്യയിലെ വിഖ്യാതനായ വ്യവസായി ആര്? ഉത്തരം രതൻ ടാറ്റ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിൽക്സ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം മുംബൈ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ആന്ധ്രാപ്രദേശുകാരനായ ഡോക്ടർ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ പി വേണുഗോപാൽ എന്നാണ്. അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രസാർ ഭാരതി അടുത്തിടെ ആരംഭിച്ച OTT പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം വേവ്സ്. അടുത്ത ചോദ്യം, 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. അടുത്ത ചോദ്യം, കണ്ണുകൾ മൂടിക്കെട്ടാത്ത വിധത്തിലുള്ള നീതി ദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിൽ. അടുത്ത ചോദ്യം, വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ നടന്നത്? ഉത്തരം 16ാമത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി എവിടെയാണ് അടുത്തിടെ സർവമത സമ്മേളനം നടന്നത്? ഉത്തരം വത്തിക്കാൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജയ്ഷാ. അടുത്ത ചോദ്യം, യുഎസിന്റെ എത്രാമത്തെ പ്രസിഡന്റായാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 47. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വച്ച ആശയങ്ങൾക്ക് ശക്തി പകരുന്നതിനായി നടത്തിയ ഏത് ജാഥയ്ക്കാണ് 2024 നവംബർ 1 100 വർഷം തികഞ്ഞത്? ഉത്തരം സവർണ ജാഥ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതൊക്കെ ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനാ പരിഭാഷാ പതിപ്പുകളാണ് പുറത്തിറക്കിയത്? ഉത്തരം സംസ്കൃതം ആൻഡ് മൈഥിലി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഉത്തരം ചൈന. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്? ഉത്തരം 51. അടുത്ത ചോദ്യം, 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ നേടിയത് ആര്? ഉത്തരം MK സാനു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ബൈ.